എത്ര സുന്ദരമീ നഗരം, എത്ര മനോഹരമീ നഗരം. അതെ, അനാജി വരുന്നുണ്ട്. എല്ലാരും കാതുകുത്തിയിരുന്നോ, പഞ്ഞി വെച്ചോ. പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ മനോഹര സുദിനത്തിൽ ഒരു പുതിയ ഗാനം പാടാം. എല്ലാവരും കേട്ടുകൊള്ളൂ. എന്റെ പൊന്നു നാനാജി, ഇവിടെ ബാങ്കിൽ വന്നിങ്ങനെ പാട്ടൊന്നും പാടില്ലേ? പിന്നെ എന്റെ ജോലി തെറിക്കുന്നേ. ഒരു കാര്യം ചെയ്യാം, വൈകിട്ട് ചായയും കടിയൊക്കെ കഴിച്ച് പാട്ട് കേട്ടിങ്ങനെ ചുമ്മാ ഇരിക്കാം. എന്താ, സന്തോഷായില്ലേ? വേദ സിറ്റി ബാങ്ക് ഈസ്റ്റ് ആയാലും ശരി വെസ്റ്റ് ആയാലും ശരി, എക്സ്റേ മാൻ ഈസ് ബെസ്റ്റ്. താൻ എന്തുവായി ചെയ്ത്? പെട്ടെന്ന് തന്റെ ദേഹത്ത് കാർ അടിച്ചിരുന്നെങ്കിലോ? സോറി സോറി സോറി, എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നത്? പ്ലീസ് ഒച്ചയിടരുത്. എനിക്കിങ്ങനെ ഒച്ചയിടുന്നത് ഇഷ്ടമല്ല. ഐ എം സോറി സോറി. എന്ത് വേടേ സോറി സോറി എന്ന് പറഞ്ഞിട്ട് കോമാളികളുടെ കൂട്ട് ഡ്രസ് ഇട്ടോണ്ട് വന്നിട്ട് വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ നോക്കല്ലേടേ. ഇയാളെയൊക്കെ പോലീസിൽ പിടിച്ചു കൊടുക്കണം, അല്ലാതെ വേറെ എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞില്ല എന്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യത്തോടെ സംസാരിക്കരുതെന്ന്. എന്നോട് ആരെങ്കിലും ഒച്ചത്തിൽ സംസാരിച്ചാൽ എനിക്കത് ഒട്ടും ഇഷ്ടമാകുന്നില്ല. ശരി, എന്നാ ഞാൻ പോട്ടെ. പോയിക്കോ. എല്ലാവരും ഓർത്തോളുക, ഈസ്റ്റ് ഓർ വെസ്റ്റ്, എക്സ്റേ മാൻ ഈസ് ദ ബെസ്റ്റ്. ഹലോ, ഐ എം എക്സ്റേ മാൻ. ഹലോ. കള്ളൻ 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 ബാങ്കിന് പണം മോഷ്ടിച്ചിട്ട് പോവാണ്. പിടിക്കാവനെ. വെറുതെ എന്തിനാ എന്റെ പുറകെ വരുന്നത്? നിനക്കിപ്പോ എന്താ വേണ്ടത് കുട്ടി? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. അങ്കിൾ, നിങ്ങൾ മര്യാദയ്ക്ക് സറണ്ടർ ആവാൻ നോക്കൂ. ബാങ്കിൽ നിന്ന് മോഷിച്ച പണം മുഴുവനും തിരിച്ചു അവിടെ തന്നെ ഏൽപ്പിക്കാൻ നോക്കൂ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നല്ലോണം വാങ്ങിക്കും. വേണ്ട 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 മോനെ, ഇനി എന്നെ അടിക്കരുത് പ്ലീസ്. ഇനി എനിക്ക് അടികൊള്ളാൻ ശക്തിയില്ല. തല്ലുകൊള്ളുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ് മോനെ. തല്ലുകൊള്ളാൻ പേടിയായിരിക്കും, പക്ഷെ മോഷ്ടിക്കാൻ പേടിയൊന്നുമില്ലല്ലോ. മര്യാദയ്ക്ക് മോഷ്ടിച്ച പണങ്ങളൊക്കെ തിരിച്ചു തന്നേക്ക്. ഞാൻ പറഞ്ഞത് എന്നെ തല്ലാൻ പാടില്ലെന്നാണ്. ഞാൻ നിനക്ക് വാർണിംഗ് തന്നതാണ്. എന്നെ പിടിക്കേ, ഒന്ന് കാണട്ടെ. വരൂ വരൂ വരൂ. ബൈ ബൈ. ഇനി നമ്മൾ കാണരുത്. എന്റെ പദ്ധതികളൊക്കെ പൊളിക്കാനായിട്ട് ഒരു കുട്ടി വന്നിരിക്കുക. എനിക്ക് എന്റെ പരീക്ഷണങ്ങൾക്കായി കാശിന്റെ ആവശ്യമുണ്ട്. ഞാൻ എവിടുന്ന് കാശുണ്ടാക്കാനാ?
എന്റെ ബോസ് എന്താ എന്താ വേണ്ടെന്ന് പറയേ. ഇന്ന് ബോസ് ഭയങ്കര ദേഷ്യത്തില് കെമിക്കലിനെ പോലെ ചുമക്കുന്നത് എന്തിനാണെന്ന് പറയൂ. ഒരു കുട്ടി കാരണം ഞാൻ എടുത്ത പണം എനിക്ക് കൊണ്ടുവരാൻ പറ്റാതെയായിപ്പോയി. ഞാൻ ആ കുട്ടിയെ വെറുതെ വിടില്ല. ഈസ്റ്റ് ആയാലും ശരി വെസ്റ്റ് ആയാലും ശരി വേറെ ആരോ ഉണ്ട് ബെസ്റ്റ് അല്ല, ആയിട്ട്. ഞാൻ തന്നെയാണ് ബെസ്റ്റ്. ഞാൻ ആ കുട്ടിയെ മനസ്സിലാക്കി കൊടുക്കും. ഈസ്റ്റ് ഓർ വെസ്റ്റ്, എക്സ്റേ മാൻ ഈസ് ദ ബെസ്റ്റ്. വേദാനഗരം മുഴുവനും എക്സ്റേ മനുഷ്യനെ കൊണ്ട് ശല്യം കൂടി വരികയാണ്. എവിടുന്നോ വരുന്നു, എന്നിട്ട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി ആരും അറിയാതെ മറങ്ങി പോവുകയാണ്. പറയൂ ലഡു സിംഗ് സാറേ, എക്സ്റേ മാനെ പിടിക്കാൻ വേണ്ടി താങ്കൾ എന്ത് പദ്ധതിയാണ് ഒരുക്കിയിട്ടുള്ളത്? അതോ ഒന്നും റെഡിയാക്കിയിട്ടില്ലേ? പറയൂ പറയൂ സാർ, നിങ്ങൾ ഈ സമൂഹത്തിന് ഉത്തരം നൽകിയേ മതിയാകൂ. പറയൂ. നിങ്ങൾ എന്താ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണോ അതോ എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? മറുപടി പറയാൻ ഒരു അവസരം തന്നാൽ എന്താ? എങ്കിൽ പറയൂ, വേഗം പറയൂ. താങ്കൾക്ക് വെറും 5 സെക്കൻഡ് സമയം മാത്രമേ ഉള്ളൂ. എന്നിട്ടാണ് ഞങ്ങൾക്ക് ചായ കുടിക്കാൻ. ഓഹോ, ഞങ്ങളെ എക്സ്ട്രാ മാനെ കണ്ടുപിടിക്കാൻ ട്രെയിനിങ് ചെയ്ത ഡോഗിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവൻ എന്താണ് അവന്റെ മണത്തെ കണ്ടുപിടിച്ചിരിക്കും. ശിവ, നീ ആ എക്സ്റേമാനെ വളരെ അടുത്തുനിന്നല്ലേ കണ്ടത്? എങ്ങനെയാണ് കാണാൻ? ഞാൻ അയാളെ ടിവിയിൽ കണ്ടതാ. ശരിക്കും ഒരു ഏലിയനെ പോലെ ഉണ്ട് അയാള്. എങ്ങനെയാ ഒരാൾക്ക് കണ്ണു മുഖേന എക്സ്റേ എടുക്കാൻ പറ്റുക? ശരിയല്ലേ? ഓ ഇല്ല യൂടി, അതൊന്നും ഏലിയനല്ല. കുറച്ച് ടെക്നോളജി യൂസ് ചെയ്ത് സ്വയം എക്സ്റേ മാൻ എന്ന് പറഞ്ഞ് നടക്കാണ്. ഞാനിപ്പോ എന്റെ സൈക്കിളിന്റെ ടയർ പുതിയ രീതിയിലാക്കിയിട്ടുണ്ട്. എത്രയൊക്കെ തീ കത്തിയാലും ഒരു ഡാമേജും ഉണ്ടാവില്ല. ഇറ്റ്സ് ടോട്ടലി ഫയർ പ്രൂഫ്. വൗ ശിവ, നീ ആള് മഹാകേമനാണ്. അവൻ തീർച്ചയായിട്ടും മോഷ്ടിക്കാൻ വരും. ഇത്തവണ അവനെ കെണി വെച്ച് പിടിക്കണം. എന്റെ അടുത്ത് ഒരു പ്ലാൻ ഉണ്ട്. വേഗം ബൈക്ക് എടുക്ക്. ബാങ്കിൽ എന്തോ മോഷണം നടക്കുന്നുണ്ട്. മോഷണം. ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ വന്ന് താൻ മോഷണം ചെയ്യുന്നു. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ആരെങ്കിലും മോഷ്ടിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും മോഷ്ടിക്കരുതെന്ന്, അല്ലെങ്കിൽ ലഡ്ഡു സിംഗ് വരുമെന്ന്. താൻ ആൾക്കാരെ കണ്ണു ഉരുട്ടി കാണിച്ച് മോഷ്ടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ? സോറി ലഡു സിംഗ് സാറേ, ഞാൻ ഈ സ്ഥലത്ത് പുതിയൊരാളാ. എന്നെ അറസ്റ്റ് ചെയ്യരുത് പ്ലീസ്. എന്നെ അറസ്റ്റ് ചെയ്യരുത് പ്ലീസ്. കണ്ടില്ലേ പേടറാം, ഈ ലഡ്ഡു സിംഗിനെ കണ്ടതും ആ കള്ളന്റെ കണ്ണുകൾ ചുവന്ന നിറമായി മാറിയത് കണ്ടില്ലേ? സാറേ, അവന്റെ കണ്ണുകൾ ചുവന്ന നിറമായി മാറിയത് മാത്രമല്ല, നമ്മുടെ ബൈക്ക് കത്തി ചാമ്പലായത് സാറ് കണ്ടില്ലേ? ചേരാ നീ എന്തിനാ എന്നെ വലിച്ചു കൊണ്ടുപോണേ? ഒന്ന് വേഗം വാ, എക്സ്റേ മാൻ വന്നിട്ടുണ്ട്. ചേരാ നീ എന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുപോണത്? എന്റെ കൈ വേദനിച്ചിട്ട് വയ്യ. നിക്കാൻ അതെ ഡോഗി, നീ എന്തിനാ മതിലിൽ കൂടെ കേറി പോന്നത്? ഒന്ന് താഴേക്ക് വന്നേ. നീ ഡോഗിയാണ്, അല്ലാതെ പല്ലിയല്ല. സാറേ, സാറിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഈ ഡോഗിന്റെ പുറകെ നടക്കാനായിട്ട്? എവിടെയാ കള്ളൻ? പറയൂ. അയാള് ചാടിപ്പോയി കളഞ്ഞു. ഈ കുട്ടി വല്ലാത്തൊരു ശല്യം തന്നെ. പിന്നെ വരികയാണ്.